എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷയുടെ മലയാളം, അതായത് അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നടന്ന പരീക്ഷയുടെ ആൻസർ കീയാണ്. അപ്പം മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നടക്കാം. ഫസ്റ്റ് പ്രവർത്തനം 1, വായിക്കാം എഴുതാം. വായിക്കാം എഴുതാം. വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലിരുന്നാണ് ഞാൻ വായിച്ചിരുന്നത്. ജാലകത്തിനരികിലുള്ള കട്ടിലിൽ ഇരുന്ന് ഒരു മുട്ട വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു വായന. ജാലകത്തിലൂടെ അരിച്ചെത്തുന്ന കാറ്റിനോട് സംസാരിച്ചു. കാറ്റു പറഞ്ഞ കഥകൾ കേട്ടുകൊണ്ട് വായിച്ചു. മണ്ണെണ്ണ തീർന്നു പോകുമെന്ന ഉത്കണ്ഠ കൊണ്ട് അമ്മ പറയുമായിരുന്നു, മോനെ വായിച്ചതും മതി, വിളക്കണച്ചു കിടന്നോളൂ. അമ്മയുടെ വിലക്കിനെ വക വയ്ക്കാതെ രാത്രി വൈകുവോളം വായിച്ചു. ചില നേരങ്ങളിൽ വായിച്ച് വായിച്ച് ഉറങ്ങിപ്പോവും. മുട്ട വിളക്ക് ഇടയ്ക്ക് എപ്പോഴോ കെട്ടുപോയിട്ടുണ്ടാകും. വായിച്ച പുസ്തകം അപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ഉറക്കത്തിൽ നെഞ്ചുകൊണ്ടും വായിച്ചു അക്ഷരങ്ങളിലെ അറിവിനെ അങ്ങനെ ഹൃദയത്തിലേക്ക് പകർന്നു. ഇങ്ങനെയാണ് എൻ്റെ തലമുറ വായിച്ചത്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. മറ്റു പലതിനും ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിലും സമയത്തിനു മാത്രം ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. മനുഷ്യ സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയാണ് വായന. വായനയെ പറ്റി ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. വായന TV കാണും പോലെ എളുപ്പമുള്ള പണിയല്ല. വായനാശീലം വളർത്തണം. അതിന് പരിശീലനം ആവശ്യമാണ്. അക്ഷരം പഠിക്കും മുമ്പ് ആ പരിശീലനം തുടങ്ങണം. ആദ്യം വായിച്ചു കേട്ട് ആസ്വദിക്കണം. വായിക്കാൻ വളരാം. M. മുകുന്ദന്റെ ഒരു ഇതാണ്. അപ്പം വായിച്ചു കൊണ്ടിരിക്കും. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഥ പറഞ്ഞെത്തിയത് ആരാണ് കഥ പറഞ്ഞുകൊണ്ടെത്തിയത്? കാറ്റ്, അല്ലേ? മോനെ വായിച്ചത് മതി, വിളക്കണച്ചു കിടന്നുള്ളൂ. അമ്മ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? അമ്മയ്ക്ക് മണ്ണെണ്ണ തീർന്നു പോകുമെന്ന ഉത്കണ്ഠ കൊണ്ടാണ്. മൂന്നാമത്തത്, വായനശീലം വളർത്താൻ എന്ത് ചെയ്യണമെന്നാണ് ലേഖകൻ പറയുന്നത്? എന്ത് ചെയ്യണം? നല്ല പരിശീലനം വേണം. നാലാമത്തെ, ഒരു കാര്യത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. ഏത് കാര്യത്തിലാണ്? സമയത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. വായനയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? മനുഷ്യ സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അറിവിന്റെ പൊതുലോകത്തിലേക്ക് നയിക്കുന്നു. ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നു. സമയം നഷ്ടപ്പെടുത്തുന്നു. ഇതിലേതാ തെറ്റായ പ്രസ്താവന? D ആണ്, അല്ലെ? സമയം നഷ്ടപ്പെടുത്തുന്നു. പ്രവർത്തനം 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വട്ടപ്പറമ്പെ ചന്ദ്രപ്പ സ്കൂള് വിട്ടോടി വരുന്നേരം സിപ്പപ്പ് തിന്നു നടക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വിറയ്ക്കും പോലെ ഒച്ച വരാത്ത കരച്ചിലുണ്ട്. ബാഗ് എടുത്തെങ്ങോ വലിച്ചെറിഞ്ഞ് വേഗത്തിൽ എന്തോ എടുത്തണിഞ്ഞ് വാരി വാരി പ്ലേറ്റ് കാലിയാക്കി മുറ്റത്തിറങ്ങി ഞാൻ നിൽക്കുന്നു. എങ്ങോട്ട് പോവും കളിക്കാനായി? ഏത് പറമ്പിൽ ഒഴിവുണ്ട്? ഞങ്ങൾ ഇരുന്നു തിരയുന്നു. കാണാതെ കണ്ണു തിരുമ്മുന്നു. രാത്രിയിൽ വന്നു വിളിക്കുന്നു. വട്ടത്തിലുള്ളൊരു മൈതാനം. ആരും അവിടെ മറച്ചിട്ടില്ല. വേലികൾ കെട്ടിയടച്ചിട്ടില്ല. വിമീഷ് മണിയൂർ. അപ്പൊ കവിത വായിച്ച ആശയം, പ്രയോഗഭംഗി, നിരീക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി എഴുതാനാണ്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇതിൽ പറയുന്നത് എന്താണ്? സ്കൂള് വിട്ട് ഓടി വരുന്നത് എങ്ങനെയാണ്? സിപ്പപ്പൊക്കെ തിന്ന് നടന്നിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പോൾ സിപ്പപ്പൊക്കെ തിന്ന് നടന്ന് വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വിരയ്ക്കും പോലെ ഒച്ച വരാത്ത, അപ്പൊ സ്കൂള് വിട്ട് ഓടി വരുന്നേരം സിപ്പപ്പ് തിന്ന് നടക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വിറയ്ക്കും പോലെ ഒച്ച വരാത്തൊരു കരച്ചിലുണ്ട്. ബാഗ് എടുത്തെങ്ങോ വലിച്ചെറിഞ്ഞ് വേഗത്തിൽ എന്തോ എടുത്തണിഞ്ഞ് വാരി വാരി പ്ലേറ്റ് കാലിയാക്കി മുറ്റത്തിറങ്ങി ഞാൻ നിൽക്കുന്നു. എങ്ങോട്ട് പോവും കളിക്കാനായി? ഏത് പറമ്പിൽ ഒഴിവുണ്ട്? ഞങ്ങൾ ഇന്ന് തിരയുന്നു. കാണാതെ കണ്ണു തിരുമുന്നു. അതായത് എങ്ങോട്ടും പോവാനായിട്ട് എന്തില്ല, കളിക്കാനൊന്നും പോവാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ ആരെയും കാണുന്നില്ല. എല്ലാവരും തിരിഞ്ഞു നോക്കണം, എവിടേത് പറമ്പിലാണോ ഒഴിവുള്ളതെന്നൊക്കെ നോക്കണം. പക്ഷെ രാത്രിയിൽ വന്ന് വിളിക്കുന്ന വട്ടത്തിലുള്ള ഒരു മൈതാനം. അപ്പോൾ രാത്രിയിൽ വന്ന് വിളിക്കുന്ന ആകാശത്ത്, അല്ലെ? ആകാശത്തിനാണ് അവിടെ മൈതാനം എന്ന് ഉദ്ദേശിക്കുന്നത്. ആരും അവിടെ എന്ത് ചെയ്തിട്ടില്ല? മറച്ചിട്ടില്ല. വേലികൾ കെട്ടിയടിച്ചിട്ടില്ല. അപ്പൊ വട്ടത്തിലുള്ള മൈതാനം മീൻസ് ചന്ദ്രനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ആശയും ഇതിന്റെ പ്രയോഗഭംഗിയും ബല്യഭാഷ ശൈലിയൊക്കെ പറഞ്ഞ് ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണം. ഇനി പ്രവർത്തനം 3, അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കമ്പനി ഓഫീസിൽ നിന്നും ഗുമസ്തരിൽ നിന്നും രക്ഷപ്പെടാൻ കുട്ടികളുടെ തള്ളവിരൽ മുറിച്ച് എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ല. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തള്ളവിരലില്ല.
അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തള്ളവിരലില്ലാത്ത ഗ്രാമത്തിലെ ആളുകൾ ചെയ്ത പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പോലെ നിങ്ങൾക്ക് ഇത് എഴുതാം. എങ്ങനെ എഴുതാം? നിങ്ങളുടെ ഈ പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങളൊക്കെ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായം സ്വന്തമായിട്ട് അത് എഴുതാം. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കി കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് ഗോവർദ്ധൻ നെയ്ത്തുകാരുടെ ഗ്രാമത്തിലെത്തിയത്? എപ്പോഴാണ് ഗോവർദ്ധൻ നെയ്ത്തുകാരുടെ ഗ്രാമത്തിലെത്തിയത്? സൂര്യൻ ഉദിച്ചപ്പോൾ, വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞപ്പോൾ, രാത്രിയിൽ നിലാവുദിച്ച് വെളിച്ചമായപ്പോൾ. എപ്പോഴാണ്? വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. ഇനി പ്രവർത്തനം 4 നോക്കാം. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം മാലിന്യമുക്തമായ കേരളമാണ്. പക്ഷേ മാലിന്യങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വലിച്ചെറിയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഇതിനെതിരെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? കുറിപ്പ് തയ്യാറാക്കുക. ഇതൊക്കെ നിങ്ങളുടെ സ്വയം ഇതിൽ തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നമാണ്? ഇത് പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. അപ്പോൾ ആ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലം നമുക്ക് എന്തുണ്ടാവും? അസുഖങ്ങൾ ഒരുപാട് വരും അല്ലേ? ഒരുപാട് പകർച്ചവ്യാധികൾ വരും. ഒരുപാട് കൊതുകുകളൊക്കെ പെരുകും. അതുമൂലം അസുഖങ്ങൾ കൂടുതൽ വരും. പരിസരം മൊത്തം മലിനമാവും. ഭയങ്കര സ്മെല്ല് വരും അല്ലേ? അങ്ങനെ ഒരുപാട് പരിസ്ഥിതിക്ക് ദോഷകരമാവുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മുടെ പരിസ്ഥിതി മുഴുവൻ എന്ത് ചെയ്യും? ഭയങ്കര മലിനമായിട്ട് മാറും. അപ്പം ഇതിനെതിരെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അതായത് ഇവിടെ മാലിന്യം തള്ളരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങളുടേതായ രീതിയിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി നോക്കൂ. ആരോ കരയുന്നത് കേട്ട് നട്ടപ്പാതിരയ്ക്ക് അവൾ നടുങ്ങിയുണർന്നു. ആര് കരയുന്നതാണ് അക്കമ്മ കേട്ടത്? ആരാണ്? തേങ്ങകൾ, വീട്ടമ്മ, മഴ, സംഗീത. ഏതാണ്? മഴ. ഏതാണ് മക്കളെ? മഴ. ബി ആണ് ഇതാണ് ശരിയായ ഉത്തരം. മഴയാണ് ശരിയായ ഉത്തരം. ഇനി പ്രവർത്തനം 5 വാക്മയ ചിത്രം. വലതു കൈയിൽ സന്തത സഹചാരിയായ മുളവടി, ഇടതു കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം, ഉടുവസ്ത്രമായി നിന്നു പരിചിതമായ ഒറ്റമുണ്ട്. യാത്രയ്ക്ക് ഒരുങ്ങിയ ഗാന്ധിജിയെക്കുറിച്ചുള്ള വാക്മയ ചിത്രമാണിത്. നിങ്ങൾക്ക് പരിചയമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്മയ ചിത്രം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എടുക്കാം. ഇപ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ എടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചുകളുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ ശൈലികളും രീതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വാക്മയ ചിത്രം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എടുക്കാം. ആ വ്യക്തിയെക്കുറിച്ച് ഇതുപോലെ അവർ കാണുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒരു ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തനം 6 വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്തം പുലർന്നു വിടർന്നു കൺമുറ്റത്ത് പൂക്കളും ഇടണ്ടേ, മറ്റു ആഹ്ലാദത്തിനോണം നാളായി മുറ്റമില്ലാതെ നാം എന്ത് ചെയ്യും? നെടുമുടി ഹരികുമാർ. ഫ്ലാറ്റിൽ ഓണം ആഘോഷിക്കുന്നവരുടെ ആവലാതിയാണ് ഈ വരികളിലുള്ളത് അല്ലേ? നമുക്ക് മുറ്റമൊന്നുമില്ല, പിന്നെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? മുറ്റമില്ലാത്തടത്ത് എങ്ങനെ ഓണം ഇടും? ഓണാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാണ്? നമ്മൾ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി കുറേ ഒരുപാട് പൂവുകളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മുറ്റം നിറയെ വലിയ പൂക്കളൊക്കെ ഇടും. ഇപ്പം ഇടാൻ എന്താണ്? നമുക്ക് എന്തില്ല? പൂവുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഇത്രയും നല്ല ആഹ്ലാദത്തിൻ്റെ ദിവസമായിട്ട് പോലും ആ പൂക്കൾ കടയിൽ നിന്ന് മേടിച്ചാൽ പോലും നമുക്ക് എന്തില്ല? മുറ്റം ഇല്ല. അപ്പോൾ എല്ലാവരുടെയും വീടുകൾ തന്നെയാണ് ഫ്ലാറ്റുകൾ പോലെയാണ്, അല്ലെങ്കിൽ വീടുകളായിട്ടുള്ളത് തന്നെയാണ്. വളരെ കുറഞ്ഞ സ്ഥലത്താണ് എല്ലാവർക്കും വീടുകളുള്ളത്. അപ്പോൾ നമുക്ക് മുറ്റമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ എങ്ങനെ പൂക്കളം ഇടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, അത് ഉരപ്പു ഭാഗത്തെ ഒരു ഉത്സവമാണ്. എന്തിനെക്കുറിച്ചാണ് തകഴി ഇവിടെ പറയുന്നത്? നെല്ലുകുത്തൽ, ഉമിപാറ്റൽ, നെല്ലു പുഴുങ്ങൽ, ഉപ്പേരി ഉണ്ടാക്കൽ. ഏതാണ്? നെല്ലുകുത്തൽ. ഏതാണ്? നെല്ലുകുത്തലാണ് ശരിയായ ഉത്തരം. നെല്ലുകുത്തൽ. നെല്ലുകുത്തലാണ് ശരിയായ ഉത്തരം. നെല്ലുകുത്തൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.